വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. വിഷ്ണുമായ ചാത്തൻ ഉണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം. എങ്കിൽ ആ വിഷ്ണുമായ ചാത്തനെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? എല്ലാവർക്കും കാണാൻ പറ്റുമോ? അത് ഒരു സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ പഴയ കാലത്തുള്ള കർമ്മികളെല്ലാം കണ്ടിട്ടുണ്ട് എന്നാണ് വെപ്പ് എന്നല്ല, പലരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അത് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സേവ അല്ലെങ്കിൽ ഉപാസനയായിരുന്നു. വർഷങ്ങളോളം ഏതെങ്കിലും ഗുരുകുലത്തിൽ നിന്ന്, ഇപ്പോൾ മഞ്ഞിലോ മലയിലോ കാട്ടിലോ അല്ലെങ്കിൽ പാടി കെട്ടിയിട്ടോ അതിലൊക്കെ നിന്ന് വെള്ളത്തിൻ്റെ മീതെ വെള്ളം കയറുന്നതിനനുസരിച്ച് പാടി കെട്ടിയിട്ടൊക്കെ അതിൻ്റെ മീതെ നിന്ന് പലതരത്തിലുള്ളതായ അവരുടെ ഉപാസനാക്രമം അനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായ ആ ഗുരുവിൻ്റെ ക്രമമനുസരിച്ച് അവർ ചെയ്യുമ്പോൾ അതിന് എത്ര സമയം കഴിഞ്ഞാലും അത് അവർക്ക് സമയമല്ല, അവിടെ അവർ കണ്ടിരുന്നു, കാണാൻ കഴിഞ്ഞിരുന്നു. ആ പഠിപ്പിൻ്റെ പൂർത്തീകരണത്തോട് കൂടിയിട്ടാണ് അവർ എവിടെയാണ് അവരുടെ ഗുരുകുല വിദ്യാഭ്യാസം നടന്നിരുന്നത്. ഇനിയിപ്പോൾ കല്ലടിക്കോടൻ മലയിലാണോ മറ്റേതൊരു ഭാഗത്താണോ അല്ലെങ്കിൽ ഏതൊരു സങ്കേതത്തിലാണോ അവരുടേതായ ആ ഉപാസന നടന്നിരുന്നതെങ്കിൽ അവിടുന്ന് വിട്ടുപോരുമ്പോൾ അവരുടെ അനുഗ്രഹത്തോടും അതേപോലെ തന്നെ അവർ കണ്ടറിഞ്ഞുകൊണ്ടാണ്, അവരെ കണ്ട് തൃപ്തി അടഞ്ഞുകൊണ്ടാണ് അവരോടൊപ്പം വരിക. ഇപ്പോഴത്തെ കാലത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല തരത്തിലുള്ള വിശ്വാസമുണ്ട്. ഉള്ളറിഞ്ഞിട്ടുള്ള വിശ്വാസമുണ്ട്, അല്ലാത്ത വിശ്വാസമുണ്ട്. ചാത്തൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹരണെന്ന്. അത് എല്ലാവർക്കും കിട്ടിയോളണമെന്നില്ല, ആരും കണ്ടോളണമെന്നില്ല. കാണാത്തതിനെ വളരെ കുറ്റം പറഞ്ഞു കണ്ടതിനെ പ്രോത്സാഹിപ്പിച്ച് നീങ്ങുന്നതായ ഒരവസ്ഥയും ഇന്നുണ്ട്. എങ്കിലും ആ ഭഗവാനോടുള്ളതായ ആ വിശ്വാസം അനുസരിച്ച്, കാരണം പഴയ കാലമല്ല, പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം അത് ഭഗവാനിലേക്ക് മാത്രം തന്നെ കിട്ടുന്നതായിരുന്നു, അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ചെന്നെത്തുന്നതായിരുന്നു. ഇന്ന് കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് പലർക്കും ആ ഒരു വഴിപാട് നടത്തുക എന്നല്ലാതെ അതിലേക്ക് പൂർണ്ണമായിട്ട് മനസ്സെത്താനൊന്നും കഴിഞ്ഞവരില്ല. ഉപാസിക്കുന്ന 41 ദിവസമുണ്ട്, 3 മാസമുണ്ട്, അല്ലെങ്കിൽ 9 മാസമുണ്ട്, 12 മാസമുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അവർ അതിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് അത് മാത്രം നോക്കിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ടുള്ളതായ നല്ല മണ്ണും അതിനനുസരിച്ച് വെള്ളമൊക്കെ ഉണ്ട് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു ജലത്തിൻ്റെ ഒരു നനവ് ഒക്കെ ഉള്ളൊരു പ്രദേശത്താണ് ഒരു ചെടി വെച്ചെങ്കിൽ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പൊടിക്കും. അതിൽ വിത്തിട്ടാലും പൊടിച്ചു വരും. അതൊരു ചെടി കുത്തിയാലും ഒരു കൊമ്പ് കുത്തിയാലും അത് പൊടിച്ചു വരും. വർഷക്കാലത്താണെങ്കിൽ തീർച്ചയായിട്ടും പറയണ്ട. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം, ആ മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തതിന് വേരോടാനും അതിൽ നിന്ന് പിന്നെ ഇലയുണ്ടാവാനും ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുന്ന കർക്കിടക മാസ കാലങ്ങളിലും നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അതില്ലാത്തൊരു സമയത്താണ് ഈ ചെടി വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ജലത്തിൻ്റെ നനവും അങ്ങനെയുള്ളൊരു അങ്ങനത്തെ ഒരു നനഞ്ഞ ഒരു പ്രദേശമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് കുത്തിയെങ്കിൽ തന്നെ ചിലവരൊരു കൊമ്പ്, ചെടിയുടെ ഒരു കൊമ്പ് കുത്തി കഴിഞ്ഞാൽ അതൊരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ഊരി നോക്കുന്നത് അതിന് വേര് വന്നിട്ടുണ്ടോ. ഈ ഉരുമ്പൊക്കെ അതിൻ്റെ പൊടിച്ചു വരുന്നതായ ഭാഗങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും അതിൻ്റെ തൊലിക്ക് പോയിട്ട് അത് ഇല്ലാതാവാനാണ് അതിൻ്റെ സാധ്യത ഉണ്ടാകുക. അപ്പോൾ കൃത്യമായിട്ട് അതിനെ നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിനെ വേര് വരും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പൊടിപ്പ് വരും, ഇല വിരിയും. പെട്ടെന്നൊന്നും ഇല വിരിഞ്ഞിട്ടല്ല വരിക, എങ്കിലും അതിനൊക്കെ സമയങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഭഗവാൻ വിഷ്ണുമായനെ അല്ലെങ്കിൽ മറ്റ് കരിങ്കുട്ടിയെ ഏതൊരു ദേവിദേവന്മാരെ നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അതിൻ്റെ സമയപരിധിയില്ല. സമയപരിധി ഉണ്ടെങ്കിൽ ആ സമയം ഇന്ന് ഇത്ര ആഴ്ചയിലോ 2 ആഴ്ച ആ ദിവസം എണ്ണിട്ട് നിൽക്കുക. അപ്പം അതിലൊന്നും കാര്യമില്ല. അപ്പം അതിനെ അദ്ദേഹത്തിനെ ഇപ്പം വർഷങ്ങളോളം കഴിയാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതുമാതിരി അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതിനൊരു പരിധിയോ അല്ലെങ്കിൽ ഒരു പരാതിയോ ഇല്ലാതെ ഭഗവാനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പൂജിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിനുണ്ടായിരിക്കും. ഒരു തുള്ളുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ തുള്ളുന്നതായ ആ സംഗതികളൊക്കെ ആയി
അതിൻ്റെ പൂജാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി തുള്ളാനാണ് നിൽക്കുന്നത് എങ്കിൽ ആ സാഹചര്യം അതിന് അനുസൃതമായിട്ടുള്ളതാണ്. അവിടെ എത്തും. ആ മൂലമന്ത്രവും മറ്റോ ജപിച്ച് അവരുടെ ഗുരുമുത്തച്ഛന്മാരായിട്ട് പകർന്നു കൊടുത്തിരിക്കുന്നതായ ആ മന്ത്രങ്ങളോ മറ്റോ ചൊല്ലി അതിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ, തുള്ളാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ 100% ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. തുള്ളാൻ നിന്നിട്ടുള്ളവർക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ അവിടുത്തെ ഗുരുമുത്തച്ഛൻ്റെയോ വിഷ്ണുവായുടെയോ അനുഗ്രഹം ഉള്ള ആരാണെങ്കിൽ, ചിലപ്പോൾ 14 ദിവസമോ 21 ദിവസമൊക്കെ വ്രതം എടുത്തിട്ട് തുള്ളാനായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർക്ക് ഒരു അനക്കുണ്ടാവില്ല, അതൊന്നുമില്ലാത്ത ആളും തുള്ളി വരിക. അപ്പൊ ഭഗവാനെ ഈ വ്രതം മാത്രമല്ല, അദ്ദേഹത്തോട് ഇഷ്ടമോ അല്ലെങ്കിൽ തിരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടാകുന്ന വ്യക്തികളും കൂടി ആവണം. അപ്പോഴാണ് 100% അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. എന്നാൽ ഇത് വന്നാൽ കൽപ്പന പറയുന്നവരുണ്ട്. ആ കൽപ്പന എന്നുള്ളത് 100% സത്യമാണ്. അത് ആര് പറയുന്നു എന്നാണ് സത്യം എന്നല്ല ആണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ചില ആളുകളൊക്കെ പറയുന്നത് വളരെയധികം സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ്, കൽപ്പനയാണ്, ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി പറയുന്നത്. കൃത്യമായിട്ട് കൃത്യമായിട്ട് പറയുന്നവരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്നല്ല എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാനും വയ്യ. അപ്പൊ അത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഭഗവാന്റെ കൽപ്പനയാണ് അല്ലെങ്കിൽ കരിങ്കുട്ടിയുടെ കൽപ്പനയാണ് ദേവിയുടെ കൽപ്പനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നത് പറയുന്ന ആള് ഒരു കാര്യം പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ അനുഭവത്തിലും കൂടി ഉണ്ടായിരിക്കണം. ആളെ വീട്ടിൽ അല്ലെങ്കിൽ ഇത്ര കാലം മുമ്പ് ഇന്ന മാതിരി ഉണ്ടായിരുന്നു ഇല്ലേ എന്ന് കൽപ്പന പറയുന്ന ഒരു വ്യക്തി ചോദിക്കുമ്പോൾ 100% അത് അനുഭവിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഉവ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, ഇന്ന മാതിരി ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴാനുള്ള സാധ്യതകൾ ഉണ്ടാകുക ഏത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പൊ അത് കുറെ അങ്ങോട്ട് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കൽപ്പന പറയേണ്ടതല്ല. അത് കൃത്യമായിട്ട് ആ ദൈവത്തിൽ നിന്ന് എന്താണ് കാര്യങ്ങൾ, ഇന്നതാണ് അവസ്ഥ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അത് കൃത്യമായിട്ട് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സാധിക്കും. പിന്നെ ചിലവരൊക്കെ സ്വല്പം മദ്യമൊക്കെ കഴിച്ചിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അത് മദ്യം ചിലവർ കഴിച്ച് ഇണങ്ങാൻ പറ്റാതാവുന്നവരുണ്ടായിരിക്കാം. ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ തിരായതെടുക്കുകയാണ്, നമുക്കൊരു ധൈര്യം കിട്ടാനായിട്ട് അവിടെ പൂജിച്ചതിന് സ്വൽപ്പെടുത്തിട്ട് നാഗം വയ്ക്കുന്നവരുണ്ട്, സ്വൽപ്പെടുത്ത് കഴിക്കുന്നവരുണ്ട്. ചിലവർ അത് പരസ്യമായിട്ട് ഇഷ്ടം പോലെ വന്നിട്ട് കഴിച്ചിട്ട് വളരെ സീൻ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും കാര്യമില്ല, അത് ഇത് കഴിക്കാൻ മാത്രമുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ. അത് ഭഗവാന്റെ ആ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അദ്ദേഹത്തിനെയാണ് നമ്മൾ ഇപ്പൊ നൃത്തത്തിൽ വരണം. പിന്നെ ഈ തുള്ളുന്ന ആളും ഭഗവാനും തമ്മിലാണ്, അവര് തമ്മിലാണ്. അവര് നേരി കണ്ണാടിയിൽ കാണുന്ന പോലെ തന്നെയാണ്. ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖം എങ്ങനെ കാണുന്നു, ആ രൂപത്തിലേക്ക് ഈ വ്യക്തി, തുള്ളാൻ നിൽക്കുന്ന വ്യക്തി, അദ്ദേഹം കൂടിയിട്ട് ഒരു നേർരേഖയിലാണ് എത്തുക. അപ്പൊ അത് കൃത്യമായിട്ട് തുള്ളുന്ന ഒരാളാണ്. കൃത്യമായിട്ട് എല്ലാ വർഷങ്ങളിലും അല്ലെങ്കിൽ അതിന്റെ ഉത്സവത്തിന് അല്ലെങ്കിൽ കളത്തിന് അതിന്റെ ചേരുവകളൊക്കെ ഉണ്ട്. ഇപ്പൊ വിറക് വെച്ച് നല്ല ഉണങ്ങിയ വിറകാണ്, ചിലവർ നെയ്യ് വെച്ചിട്ട് തീ കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചകിരിയുണ്ട്, അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തീ കിട്ടി കഴിഞ്ഞാൽ ശരിക്കും അത് കത്തിപ്പടരും. അതേപോലെ തന്നെ അതിന്റെ സംഗതികളൊക്കെ വന്നു തുള്ളാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഭഗവാൻ വരിക. അപ്പൊ പലർക്കും തുള്ളക്കാർക്ക് അറിയാം, അത് ഭഗവാനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ കാലിൽ കൂടി പെട്ടെന്ന് ഒരു ശക്തി, എന്തോ ഒരു ചാർജ് ഉണ്ടാവും എന്നറിയാം. പിന്നെ ചിലർ ഒന്നും ഓർമ്മയുണ്ടാകില്ല. പിന്നെ ആ തിരായത് എടുത്തിട്ട് തുള്ളൽ തന്നെ ഉണ്ടാകുക. എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് കാണാൻ കേൾക്കാൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. അപ്പൊ ഇതാണ്. അപ്പോൾ വിസ്മയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വിസ്മയനെ ഞാൻ എത്ര കാലം ഞാൻ പൂജിച്ചു, ഇത്ര കാലം ഞാനായിട്ട് ഉപാസിക്കുന്നതാണ്, ഇപ്പൊ ഒന്നും എനിക്ക് കാണാനില്ല, ആരും കിട്ടിയില്ല, എന്റെ പൈസക്ക് പോയി എന്നിട്ട് പരാതിപ്പെടുന്നവരുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ളതായ ഒരു ഉപാസനയല്ല. കാരണം ഇന്ന് എല്ലാത്തിനും ഇപ്പൊ നമുക്ക് ഓരോ സംഗതികൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് ഇൻസ്റ്റാൾമെന്റ് വഴി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പോലെയാണ്. ഇത്ര മാസത്തേക്കാണെങ്കിൽ ഇത്ര സംഖ്യ, ഇത്ര സമയത്താണെങ്കിൽ ഉപാസന ചെയ്യാനായിട്ട്, ചാത്തന എന്നമാര് വാങ്ങിക്കാനാണെങ്കിൽ ഇത്ര സംഖ്യ ഒക്കെ പൈസ പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അതിലല്ല, നമ്മള് ശബരിമല ധർമ്മശാസ്താവിനെ കാണാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ, നോലുമ്പെടുത്ത് പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഭഗവാന് 41 ദിവസം തന്നെ നോലുമ്പ് വേണം, മാല ഇട്ടിട്ട് വേണം. ഇപ്പോൾ മത്സ്യമാംസം കഴിക്കുന്നവരാണ്, അവരാണ് പെട്ടെന്നൊരു ചേഞ്ച് ആക്കിയിട്ട് വ്രതം തുടങ്ങുന്നത്. ആ വ്രതം തുടങ്ങിയിട്ട് ഒരു 7 14 ദിവസം ആകുമ്പോഴേക്കാണ് അതിൻ്റെതായ സംഗതികളൊക്കെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുക. എന്നിട്ട് മാലയിട്ടു, ആ മാല ഇട്ടിട്ട് ഇത്ര ദിവസം വേണം. ചിലവരെന്താ ചെയ്യാ, ഇന്നിപ്പോ മത്സ്യമാംസം കഴിക്കുന്നവർ വെള്ളടിക്കുന്നവരൊക്കെയാണ്, നാളെ തൊട്ട് ഞാൻ വ്രതമാണ്, ശബരിമലയ്ക്ക് പോകണമെന്നൊക്കെ പറയും. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് ആൾ മാലയിടും, ഒരാഴ്ച ആകുമ്പോഴേക്കും ആൾ പോയി വരും.
അപ്പൊ അത് വിചാരിച്ചതും കാട്ടി ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാകുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കാരണം മറ്റെല്ലാവരും ഇദ്ദേഹത്തിനെ വെറുക്കും അല്ലെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതൊന്നൊരു കാര്യം ഉണ്ടാവില്ല. കാരണം എല്ലാവരും വളരെയധികം ദൈവമായിട്ട് കാണുന്ന എല്ലാവരും ദൈവമാണ്. ആ മാലയിട്ട ആളും ദൈവ അയ്യപ്പനാ. അങ്ങനെ കാണുന്നൊരു വ്യക്തി ഇത്രയും വ്രതമില്ലാതെ അല്ലെങ്കിൽ നോൽമ്പില്ലാതെ വീട്ടുകാരുടെ സഹകരണം ഇല്ലാതെ ഒരാഴ്ച കൊണ്ട് മാലയിട്ട് പോയി വരിക എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെയധികം അദ്ദേഹത്തിനെ കളിയാക്കുന്നൊരു ഏർപ്പാട് പോലെയാണ്. അപ്പൊ ഈ പറഞ്ഞു വന്നത് വിഷ്ണുവിനെ കൃത്യമായിട്ട് ആരാധിച്ച് നിത്യം പ്രാർത്ഥിക്കുക, നിത്യം കുളിക്കുക, അദ്ദേഹത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിക്കാണെങ്കിൽ ഭഗവാന്റെ ആ സാന്നിധ്യങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. ചിലപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്ന പോത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെയാണ്, എല്ലാം പൂർണ്ണമായിട്ട് കണ്ടുകൊള്ളണമെന്നില്ല. എങ്കിലും നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം ഉണ്ട്. പെട്ടെന്ന് ഒരു ചാർജ് ഉണ്ടായിരിക്കും ആൾക്ക്. ആ ചാർജ് തന്നെയാണ് ഭഗവാന്റെ സാന്നിധ്യം. അത് വ്യക്തമായിട്ട് ഫോട്ടോ വരച്ച പോലെ തന്നെ കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ വിഷ്ണുവിനെ ഉപാസിക്കുന്ന എല്ലാവരും അങ്ങനെ ഒരു ചിന്ത കൊണ്ട് അദ്ദേഹത്തിനെ കാണാനായിട്ട് ശ്രമിക്കരുത്. ശ്രമിച്ചു വെച്ചെങ്കിൽ കണ്ടാൽ അദ്ദേഹത്തിന്റെ ഭാഗ്യം. ചിലരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോയിലൊന്നും കാണുന്ന പോലെ ആയിരിക്കില്ല എന്നാണ് ദൈവങ്ങളുടെ എല്ലാ രൂപങ്ങളും. അതൊക്കെ ഓരോ ഋഷിമാര് അത് വാർത്തെടുത്തിട്ടുള്ളതായ അവരുടെ മുഖം, അവരുടെ സൗന്ദര്യമൊക്കെ വർണ്ണിച്ചിരിക്കുന്ന അതേപോലെ തന്നെയാണ് ഫോട്ടോയിൽ വരയ്ക്കലായാലും. ചിലപ്പോൾ കാണുന്ന രൂപം ചിലപ്പോൾ അതായിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഭഗവാനെ കൃത്യമായിട്ട് ആചരിക്കുന്ന, കൃത്യമായിട്ട് പൂജിക്കുന്ന, കൃത്യമായിട്ട് പരിപാലിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകാനായിട്ട് കഴിയട്ടെ. ഈ വാക്കുകൾ നിങ്ങൾക്ക് ശ്രവിക്കുന്ന എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, പൂജിക്കുക. നന്ദി, നമസ്കാരം.